വെൽക്കം ടു അനദർ വീഡിയോ. ഇന്ന് നമ്മളൊരു ബ്രൈഡൽ കസ്റ്റമൈസേഷൻ്റെ ബ്രൈഡൽ ബ്ലൗസസ് ആണ് കാണുന്നത്. സോ ആദ്യത്തേത് സെറ്റ് സാരിയുടെ ബ്ലൗസ് ആണ്. സോ അതിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് സർദോസി കൊണ്ടിട്ടുള്ള ചെറിയ ഫ്ലവേഴ്സിൻ്റെ ഒരു പാറ്റേണും സീക്വൻസ് ഫ്ലവേഴ്സും അതുപോലെ തന്നെ ബീഡ്സിൻ്റെ ഒരു സ്പ്രെഡിങ്ങും ആണ്. ഇതുപോലെ ബോർഡറിൻ്റെ രണ്ട് സൈഡിലും ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കാഷ് പാറ്റേണും കൂടെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഭയങ്കര ഹെവി ആയിട്ടുള്ളൊരു വർക്ക് അല്ല, പക്ഷെ ഒരു എലഗൻ്റ് ആയിട്ടുള്ളൊരു വർക്കാണ് കൊടുത്തിട്ടുള്ളത്. ബാക്ക് നെക്കിലും സെയിം വർക്ക് തന്നെ യൂസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് അതുപോലെ ഫ്രണ്ട് നെക്കിൻ്റെ ഹാഫ് പോർഷനിലും. സോ ഇങ്ങനെയാണ് നമ്മുടെ ഫസ്റ്റ് ബ്ലൗസിൻ്റെ ഒരു പാറ്റേൺ വരുന്നത്. അത് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് ബ്ലൗസ് കസ്റ്റമറിന് കുറച്ചും കൂടെ ഹെവി ആയിട്ടുള്ളൊരു ലുക്കാണ് വേണ്ടിയിരുന്നത്. സോ നമ്മൾ ആ ബോർഡർ പാറ്റേൺ ഫുള്ളി അടുപ്പിച്ച് തന്നെ ഒരു വർക്ക് കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ സെറി കൊണ്ടുള്ള നോട്ട്സും കട്ട് ബീഡ്സും ഒക്കെ യൂസ് ചെയ്തിട്ടാണ്, സെയിം ത്രെഡിൻ്റെ നോട്ട്സും യൂസ് ചെയ്തിട്ടുണ്ട്. അതിനകത്തും ആ ഒരു കാഷ് പാറ്റേൺ ആണ് കൊടുത്തിട്ടുള്ളത്. മുകളിലേക്കും ജെറി കൊണ്ടുള്ള ബൂട്ടാസ് ആണ്, നോട്ടഡ് ബൂട്ടാസ് ആണ് കൊടുത്തിട്ടുള്ളത്. ആൻഡ് ഇങ്ങനെയാണ് നെക്കിൻ്റെ ലുക്ക് വരുന്നത്. ഒരു 1 ഇഞ്ചിൻ്റെ വർക്കാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഇതുപോലെ മോത്തീസും അതുപോലെ തന്നെ ജെറി നോട്ട്സ് യൂസ് ചെയ്തിട്ടുള്ള വർക്കാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു റാണി പിങ്ക് ഷെയ്ഡാണ് ചൂസ് ചെയ്തത്. ഫുള്ളി വീവ്ഡ് ആയിട്ടുള്ള ബ്ലൗസ് ആയതുകൊണ്ട് തന്നെ ഹൈലൈറ്റ് ചെയ്യാനാണ് ശ്രമിച്ചിട്ടുള്ളത്. അതുപോലെ സീക്വൻസിൻ്റെ പാറ്റേൺസും കൊടുത്തിട്ടുണ്ട്. സോ ഓവറോൾ ഈ ഒരു ലുക്കാണ് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് ഒരു റെഡ് കളർ സാരിയാണ്. അതിൽ നമ്മൾ അടുപ്പിച്ചല്ല, കുറച്ച് സ്പ്രെഡഡ് ആയിട്ടാണ് നമ്മൾ വർക്ക് ആഡ് ചെയ്തിട്ടുള്ളത്. കുന്തൻ സ്റ്റോൺസും ഷുഗർ ബീഡ്സും എല്ലാം യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ലട്കനും കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു നെക്ക് പാറ്റേൺ വരുന്നത് ഇങ്ങനെയാണ്. സിമ്പിൾ ബ്ലൗസസ് ആണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ ഇങ്ങനത്തെ ബ്ലൗസ് പാറ്റേൺസ് നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അത്യാവശ്യം ഹൈലൈറ്റ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും, എന്നാൽ വളരെ ഹെവി ആയിട്ടുള്ളൊരു ലുക്ക് ഉണ്ടാവത്തുമില്ല. സോ ഇപ്പോൾ യൂഷ്വലി വരുന്ന ബ്രൈഡൽ സാരീസ് എല്ലാം ഫുള്ളി വീവ്ഡ് ആയതുകൊണ്ട് തന്നെ ഇതുപോലെയുള്ള ബ്രൈഡൽ ബ്ലൗസസ് ആണ് കൂടുതലും കസ്റ്റമൈസേഷൻ വരുന്നത്. താങ്ക് യു.